ടെക് ലോകത്തെ വാർത്തകൾ. ഐഫോൺ വാങ്ങാൻ പദ്ധതിയിടുന്നവർക്ക് ശ്രദ്ധേയമായ ഓഫറുകളുമായി ഫ്ലിപ്കാർട്ടിന്റെ ഫ്രീഡം സെയിൽ 2026. ഐഫോൺ 17 സീരീസ് ഉൾപ്പെടെയുള്ള പുതിയ മോഡലുകൾക്കും ഐഫോൺ 15, 16 തുടങ്ങിയ മുൻ തലമുറ ഫോണുകൾക്കും നേരിട്ടുള്ള വിലക്കുറവിനൊപ്പം ബാങ്ക് ഡിസ്കൗണ്ടും എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. ഫ്ലിപ്കാർട്ട് ഫ്രീഡം സെയിലിൽ 256GB ഐഫോൺ 17 81,900 രൂപയാണ് വില. ലോഞ്ച് വിലയെ അപേക്ഷിച്ച് 1000 രൂപയുടെ കുറവാണിത്. തെരഞ്ഞെടുത്ത ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക്, SBI ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് 4000 രൂപ വരെ അധിക ആനുകൂല്യം ലഭിക്കും. എക്സ്ചേഞ്ച് ഓഫർ ഉൾപ്പെടെ പരമാവധി 57,250 രൂപ വരെ ലാഭിക്കാനും അവസരമുണ്ട്. ഐഫോൺ 17 Pro 256GB മോഡലിന്റെ വില 1,26,900 രൂപയാണ്. ബാങ്ക് ആനുകൂല്യം കൂടി ലഭിച്ചാൽ വില 1,18,900 രൂപയായി കുറയും. പഴയ ഫോൺ കൈമാറുന്നവർക്ക് 62,250 രൂപ വരെ എക്സ്ചേഞ്ച് ബെനിഫിറ്റും ലഭിക്കാം. അതേസമയം ഐഫോൺ 17 Pro Max 256GB പതിപ്പിന് 1,41,900 രൂപയാണ് നിലവിലെ വില. ബാങ്ക് ഓഫർ പ്രയോജനപ്പെടുത്തിയാൽ ഫലപ്രദമായ വില 1,33,900 രൂപയായി കുറയും. എക്സ്ചേഞ്ചിലൂടെ 62,250 രൂപ വരെ അധിക ആനുകൂല്യത്തിനും സാധ്യതയുണ്ട്. കുറഞ്ഞ വിലയിൽ ഐഫോൺ തേടുന്നവർക്ക് ഐഫോൺ 16, ഐഫോൺ 15 മോഡലുകളിലും ആകർഷകമായ ഓഫറുകളുണ്ട്. ബാങ്ക് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഐഫോൺ 16ന്റെ വില 60,799 രൂപ വരെയും ഐഫോൺ 15ന്റെ വില 51,299 രൂപ വരെയും കുറയാം. പഴയ ഫോണിന്റെ മോഡൽ, പ്രവർത്തനക്ഷമത എന്നിവയെ ആശ്രയിച്ചായിരിക്കും എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങളും പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയുടെ പാസഞ്ചർ വാഹന വിപണി വരും വർഷങ്ങളിൽ ശക്തമായ വളർച്ച രേഖപ്പെടുത്തുമെന്ന് മാരുതി സുസുക്കി ചെയർമാൻ RC ഭാർഗവ. 2030-31 സാമ്പത്തിക വർഷത്തോടെ രാജ്യത്തെ കാർ വിപണിയുടെ വലിപ്പം 6.3 കോടി യൂണിറ്റായി ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. നിലവിലെ വിപണി വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വളർച്ചയാണ് പാസഞ്ചർ വാഹന വിപണിയിൽ പ്രതീക്ഷിക്കുന്നത്. വിപണി വികസിക്കുന്നതിനൊപ്പം ചെറുകാറുകളുടെ വിൽപ്പനയും വീണ്ടും ശക്തമാകുമെന്നാണ് മാരുതി സുസുക്കി ചെയർമാൻ RC ഭാർഗവ പറയുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി SUVകൾക്ക് ലഭിച്ച വൻ ജനപ്രീതി ചെറുകാർ വിപണിയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോഴും വലിയൊരു വിഭാഗം ഉപഭോക്താക്കൾ ആദ്യമായി കാർ വാങ്ങുന്നവരാണെന്നതാണ് ചെറുകാറുകളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകം. വില, ഇന്ധനക്ഷമത, കുറഞ്ഞ മെയിന്റനൻസ് ചെലവ്, നഗരങ്ങളിലെ ഉപയോഗ സൗകര്യം തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ താങ്ങാനാകുന്ന വിലയിലുള്ള കാറുകൾക്ക് വരും വർഷങ്ങളിലും വലിയ ഡിമാൻഡുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ചെറുകാർ വിഭാഗത്തിൽ ദീർഘകാലമായി ശക്തമായ സാന്നിധ്യമുള്ള മാരുതി സുസുക്കിക്ക് ഈ വളർച്ച നിർണായകമാണ്. അതേസമയം SUVകളിലേക്കുള്ള ഉപഭോക്താക്കളുടെ മാറ്റം കണക്കിലെടുത്ത് പുതിയ മോഡലുകളും സാങ്കേതിക വിദ്യകളും അവതരിപ്പിക്കേണ്ടതും വാഹന നിർമ്മാതാക്കൾക്ക് പ്രധാന വെല്ലുവിളിയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആഗോള സ്മാർട്ട് ഫോൺ ഭീമന്മാരായ സാംസങ് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്കായി തദ്ദേശീയമായ AI ഫീച്ചറുകൾ വികസിപ്പിക്കുന്നു. ബിൽ പേയ്മെന്റ് റിമൈൻഡറുകൾ പോലുള്ള ദൈനംദിന ആവശ്യങ്ങൾക്കായി ബംഗളൂരുവിലെയും നോയിഡയിലെയും R&D ടീമുകൾ ഇന്ത്യ സ്പെസിഫിക് AI ഫീച്ചറുകൾ രൂപകൽപ്പന ചെയ്യുന്നതായാണ് റിപ്പോർട്ട്. ഇന്ത്യൻ ഉപഭോക്താക്കൾ സ്മാർട്ട് ഫോണുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അവരുടെ മുൻഗണനകൾ എന്തൊക്കെയാണ് എന്നിവയെക്കുറിച്ച് വിപുലമായ പഠനങ്ങളാണ് R&D ടീമുകൾ നടത്തുന്നത്. ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ഭാഷകളെയും സംസ്കാരത്തെയും ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കും ഈ AI ഫീച്ചറുകളുടെ രൂപകൽപ്പന. ഭാവിയിൽ പുറത്തിറങ്ങാനിരിക്കുന്ന സാംസങ് ഗാലക്സി സീരീസ് ഫോണുകളുടെ ആയിരിക്കും ഈ തദ്ദേശീയ ഫീച്ചറുകൾ ഉപഭോക്താക്കളിലേക്ക് എത്തുക. ഇന്ത്യൻ പ്രീമിയം സ്മാർട്ട് ഫോൺ വിപണിയിൽ ആപ്പിൾ ഉൾപ്പെടെയുള്ള ബ്രാൻഡുകളിൽ നിന്നുള്ള മത്സരം കടുക്കുന്ന സാഹചര്യത്തിലാണ് സാംസങ്ങിന്റെ ഈ നീക്കം. 2024 ഗാലക്സി S24 സീരീസിലൂടെയാണ് സാംസങ് ഗാലക്സി AI അവതരിപ്പിച്ചത്. ഗൂഗിളുമായി സഹകരിച്ച് വികസിപ്പിച്ച AI ഫീച്ചറുകൾക്കൊപ്പം സാംസങ്ങിന്റെ സ്വന്തം ഫോട്ടോ അസിസ്റ്റ്, ക്രിയേറ്റീവ് സ്റ്റുഡിയോ, കോൾ അസിസ്റ്റ്, ലൈവ് ട്രാൻസ്ലേറ്റ് തുടങ്ങിയ സംവിധാനങ്ങളും ഇതിനകം ഗാലക്സി ഉപകരണങ്ങളിൽ ലഭ്യമാണ്. ഉപഭോക്താക്കൾക്ക് കൂടുതൽ ലോക്കലൈസ്ഡ് എക്സ്പീരിയൻസ് നൽകുന്നതിലൂടെ വിപണിയിലെ തങ്ങളുടെ സ്ഥാനം നിലനിർത്താനാണ് കമ്പനി ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.